38 വർഷം നീണ്ട സർവീസിനൊടുവിൽ IM വിജയൻ കേരള പോലീസിൽ നിന്നും പടിയിറങ്ങുന്നു. ആദരവായി മലപ്പുറം MSPയിൽ വെച്ച് പരേഡ് നൽകി. വിജയന്റെ 56ാം പിറന്നാൾ ദിവസമായിരുന്നു ഈ ഫെയർവെൽ പരേഡ്. ഇന്ത്യൻ ഫുട്ബോളിൽ ചരിത്രം കുറിച്ച താരമാണ് IM വിജയൻ. അതിനുമപ്പുറം കാൽപന്ത് കളിയെ നെഞ്ചിലേറ്റിയ മലയാളികളുടെ പ്രിയപ്പെട്ട കേരള പോലീസ് താരം കൂടിയായിരുന്നു. 1987 ഏപ്രിൽ 25-ന് ഹവിൽദാറായാണ് IM വിജയൻ കേരള പോലീസിന്റെ ഭാഗമായത്. വർഷങ്ങൾ നീണ്ട ഫുട്ബോൾ കരിയറിന്റെ ഭാഗമായി പലപ്പോഴും കേരള പോലീസ് വിട്ടുപോയ IM വിജയൻ 2011-ൽ ASI ആയാണ് സർവീസിൽ തിരികെ എത്തിയത്. 2012-ൽ API ആയി സ്ഥാനക്കയറ്റം. 2021-ൽ അസിസ്റ്റന്റ് കമാൻഡ് MSP ഫുട്ബോൾ അക്കാദമിയുടെ ഡയറക്ടർ തുടങ്ങി സേനയുടെ ഭാഗമായി കൂടുതൽ അംഗീകാരങ്ങൾ വിജയനെ തേടിയെത്തി. ഈ മാസം 30-ന് സേനയിൽ നിന്നും വിരമിക്കുന്ന വിജയന് ആദരസൂചകമായി MSPയിൽ വെച്ച് ഫെയർവെൽ പരേഡ് നടത്തി. ഈ ഫെയർവെൽ പരേഡ് നയിക്കുന്നത് പരേഡ് കമാൻഡർ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന 4ാമത് ബട്ടോണിനെ നയിക്കുന്നത് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീ കിരൺ കുമാർ. സല്യൂട്ട് സ്വീകരിച്ച ശേഷം നന്ദി പ്രസംഗത്തിൽ കാൽപന്ത് കളിയുടെ ഓർമ്മകൾ വിജയൻ പങ്കുവച്ചു. വലിയ സന്തോഷമാണ്. കാരണം MSPന്ന് റിട്ടയർഡ് ചെയ്യാൻ പറ്റിയതും പക്ഷെ ആർക്കും കിട്ടാത്തൊരു വലിയൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ MSPന്ന് റിട്ടയർഡ് ആവണു. അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നമുക്കൊക്കെ അറിയാമായിരിക്കും ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷേ ബർത്ത്ഡേ ഒരു വെള്ളിയാഴ്ച പരേഡ് ലാസ്റ്റ് മാസത്തിലെ ലാസ്റ്റ് വെള്ളിയാഴ്ച അല്ല സാറേ, അത് കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അത് ഗോഡ് ഈസ് ഗ്രേറ്റ്. എനിക്ക് കിട്ടി, അത് MSPന്ന് കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഞാൻ പോലീസിൽ നിന്ന് റിട്ടയർഡ് ആവുന്നുള്ളൂ, പക്ഷെ ഫുട്ബോളിൽ നിന്ന് ഞാൻ റിട്ടയർഡ് ആവുന്നില്ല. ഫുട്ബോളിൽ എപ്പോഴും എനിക്ക് റിട്ടയർഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു അക്കാഡമിയൊക്കെ തുടങ്ങണമെന്നുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ് എൻ്റെ കൂടെ നിന്നാൽ തീർച്ചയായും നല്ലൊരു അക്കാഡമി ഞാൻ തൃശ്ശൂരോ എവിടെ അതായിട്ട് രാജ് സാറായിട്ട് റവന്യൂ മിനിസ്റ്ററായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നല്ലൊരു അക്കാഡമി തുടങ്ങും. ഫുട്ബോളിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ റിട്ടയർഡ് ചെയ്താൽ എന്താ ചെയ്യുക എല്ലാവരും ചോദിക്കും. ഞാൻ യോയോൻ്റെ ആളാണ്, ഞാൻ പുള്ളിയുടെ ആളാണ്. റിട്ടയർഡ് ചെയ്താൽ നിൽക്കാൻ സമയം ഉണ്ടാവില്ല എനിക്കൊന്നും. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നല്ലൊരു അക്കാഡമിയും ഇതൊക്കെ തുടങ്ങി നല്ല കുട്ടികളുടെ വാർത്തെടുക്കാൻ പറ്റുമെന്ന് നോക്കും. തീർച്ചയായിട്ടും അതെന്തായാലും എനിക്ക് പോലീസിലെ ജോലിയാണ്, പക്ഷെ നമുക്ക് പ്രൈവറ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ റിട്ടയർഡ് ചെയ്തിട്ട് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു അക്കാഡമിയൊക്കെ തുടങ്ങി, ഫുട്ബോളിൻ്റെ തന്നെ ഒരു അക്കാഡമിയൊക്കെ തുടങ്ങി നല്ലൊരു അക്കാഡമി തുടങ്ങാനുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഗവൺമെൻറ്റോട് സഹായിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നടത്തും നല്ലൊരു അക്കാഡമി. എന്ന് വെച്ചാൽ അക്കാഡമികൾ കുറേ ഉണ്ട്, പക്ഷേ എൻ്റെന്ന് പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ല ഒരു പ്രൊഫഷണൽ അക്കാഡമി, ഒരു അവിടെ നിന്ന് പഠിക്കുക പിള്ളേർ. അല്ലാണ്ട് ആഴ്ചയിൽ 3 ദിവസം ക്യാമ്പോ അങ്ങനെയല്ല, ഡെയിലി ക്യാമ്പ് കൊടുത്ത് പഠിക്കാനുള്ള അവസരവും കുട്ടികൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഹോസ്റ്റലും അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ദൈവമേ ഇല്ല MSP എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സംസാരിച്ച പോലെ തന്നെ എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞാൽ പോലീസാണ്. പക്ഷെ MSP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും കൽക്കട്ടയാണ് ഫുട്ബോളിലെ മൈക്ക. ഞാൻ പറയാം എപ്പോഴും മലബാറാണ്, പ്രത്യേകിച്ച് മലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. അവിടുന്ന് ഒരു ഫുട്ബോൾ പ്ലെയർ എന്നുള്ള എനിക്ക് പോലീസ് ജീവിതത്തിൽ റിട്ടയർഡ് ചെയ്ത് പോണത് MSP തന്നെ മലപ്പുറത്ത് നിന്നായത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണണം. പക്ഷെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത, ഞാൻ അവരുടെ കൂടെ കമാൻഡർമാരെ വർക്ക് ചെയ്ത എല്ലാവരും എൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഒരു ഫുട്ബോൾ പ്ലെയറിനെ എങ്ങനെ സ്നേഹിക്കുക, എങ്ങനെ കെയർ ചെയ്യണം. കാരണം ഇവരൊക്കെ മലപ്പുറത്തുള്ളവരാണ്. പക്ഷെ അഫ്സാറായാലും രാജ് സാറായാലും ഇവരൊക്കെ സാറ് ഇവിടെയാണ് മലപ്പുറത്ത്. അവരൊക്കെ ഫുട്ബോളിനെ കുറിച്ച് കുറേ അറിയുന്നതാണ്. അതുകൊണ്ട് എന്നെ ഭയങ്കര കെയർ ചെയ്യാറുണ്ട്.
അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇവിടെ വന്നപ്പോൾ അബി, അതെ രാജേഷ്, കുഞ്ഞുമ ഒക്കെ സ്പോർട്സുകാരാണ്. അതന്നെ ഞങ്ങളുടെ വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ നമ്മുടെ സ്പോർട്സുകാരുടെ ഒരു ഒത്തൊരുമ എന്ന് പറഞ്ഞാൽ വലിയൊരു ഒത്തൊരുമ. അത് ഫാമിലി ആയിട്ടായാലും വലിയ അപ്പോൾ 28-ാം തീയതി ഇപ്പോൾ ലാസ്റ്റ് 28-ാം തീയതി ഇവിടെ കളിയുണ്ട്. അപ്പോൾ എൻ്റെ പഴയ പ്ലേയേഴ്സ് തന്നെ കേരള പോലീസിലെ പഴയ പ്ലേയേഴ്സ് ഞങ്ങളായിട്ട് മലപ്പുറത്തൊരു മാച്ച് വയ്ക്കുന്നുണ്ട്. അതാണ് ലാസ്റ്റ് പരിപാടി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരാം. അപ്പോൾ അവിടെ കാണാം. ഫുട്ബോളിൻ്റെ ഈറ്റില്ലമായ മലപ്പുറത്താണ് അവസാന ഘട്ടത്തിലെ സേവനമെന്നത് തന്നെ സംബന്ധിച്ച് മഹാഭാഗ്യമാണെന്ന് IM വിജയൻ പറഞ്ഞു. കേരള പോലീസിൽ നിന്നും വിരമിച്ച പഴയകാല ഫുട്ബോൾ താരങ്ങളുടെ നേതൃത്വത്തിൽ 28-ന് വൈകുന്നേരം 4-ന് മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിലും യാത്രയപ്പ് ഒരുക്കും. IM വിജയൻ ഉൾപ്പെടുന്ന പഴയകാല കേരള പോലീസ് ടീമും മലപ്പുറം വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ ടീമും തമ്മിൽ മത്സരവും നടക്കും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.